എന്തെങ്കിലും ശേഷം അപ്പോൾ വീട്ടിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും റിക്വസ്റ്റ്, നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നില്ലേ? തീർച്ചയായിട്ടും എല്ലാവരും തന്നെ നമ്മളുടെ പവർ, നമ്മളുടെ വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം അത് പാഴാക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ UK നിങ്ങളുടെ ഭാവി, ഇല്ലെങ്കിൽ ഇവിടെയുള്ള ഗവൺമെന്റിന്റെ ഭാവി, ഇല്ലെങ്കിൽ ഈ ഇലക്ഷൻ നിൽക്കുന്ന ഓരോ കാൻഡിഡേറ്റിന്റെ ഭാവി നിങ്ങളുടെ വോട്ടിലൂടെ നിയന്ത്രിക്കാനും നിർണ്ണയിക്കാനും പറ്റും. നിങ്ങൾ വിചാരിക്കും ഞങ്ങളൊരു വോട്ട് ചെയ്തുകൊണ്ട് എന്ത് സംഭവിക്കുന്നുള്ളൂ? തീർച്ചയായിട്ടും നിങ്ങൾ ഒരാളല്ല, നിങ്ങളൊരു കമ്മ്യൂണിറ്റി ഉണ്ടാവാം. നിങ്ങൾ ചിലപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം, ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആരും ആവട്ടെ, UK വന്നിട്ടുള്ള സ്റ്റുഡൻസ്, കോമൺവെൽത്ത് കൺട്രിയിൽ നിന്ന് വരുന്ന സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻസിന് എല്ലാവർക്കും തന്നെ വോട്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഓരോ യൂണിവേഴ്സിറ്റിയിലും 1000, 2000, 3000, 4000, 5000 സ്റ്റുഡൻസിന് മേലെയൊക്കെ പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. ഇവർ ഒരുമിച്ച് തന്നെ നിന്ന് ഒരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്ത് വിജയിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒരു ചെറിയ കാര്യമല്ല. കാരണം ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാൻഡിഡേറ്റ് വലിയ വ്യത്യാസം മാർജിനിലാണ് തോൽക്കുന്നത് ഇല്ലെങ്കിൽ ജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തീരുമാനം അതൊരു വലിയൊരു തീരുമാനം തന്നെയാണ്. നിങ്ങളുടെ ആ ഒരു വോട്ട് അത് വളരെ പവർഫുൾ തന്നെയാണ്. അത് മിസ്സാക്കരുത്. കാരണം UK നിയമമാറ്റങ്ങളും കാര്യങ്ങളെല്ലാം ഒരു ഗവൺമെന്റാണ് കൊണ്ടുവരുന്നത്. സോ ആ ഗവൺമെന്റിനെ തന്നെ തീരുമാനിക്കാനുള്ള അവസരം നിങ്ങളുടെ കയ്യിൽ. ഇത് പാഴാക്കി കളഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഇനി എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ആകാശത്ത് നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു തരത്തിലും ഒരു രക്ഷയും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പാഴാക്കരുത്. എല്ലാവരും ഈ ജൂൺ 18 മുമ്പ് തന്നെ ഇലക്ഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ടൊക്കെയാണെങ്കിൽ ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ സ്വാഗതം. അതുമാത്രമല്ല, നമ്മൾ ഇലക്ഷന് പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മളുടെ സൈഡിൽ നിന്ന് ഒരു ഒപ്പീനിയൻ പോളിന്റെ ഒരു സർവേ നമ്മൾ ജസ്റ്റ് ഒരു പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിനകത്ത് ആ പോസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും വോട്ട് ചെയ്യുക. അതുമാത്രമല്ല കമന്റ് ചെയ്യുക എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പോയിന്റ്സ് കുറച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒപ്പീനിയൻ പോൾ തന്നെയാണ്. ഇത് നമ്മുടെ ഒപ്പീനിയൻ പോളല്ല. UK ഇവിടെ എല്ലാം ഈ പറഞ്ഞ ഇലക്ഷൻ വിജയിക്കാനും വിജയിക്കാതിരിക്കാനും എല്ലാം നിർണ്ണയിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പോളുകൾ തന്നെയാണ്. അത് എക്സ്റ്റേണൽ കമ്പനീസാണ് ഈ പോളുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല ന്യൂസ് ഏജൻസികളും ഈ ഒരു പോളുകൾ ചെയ്യാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് നാളുകൾ മുമ്പ് തന്നെ നമ്മുടെ ഋഷി സുനകിന്റെ കൺസർവേറ്റീവ് പാർട്ടി വളരെ പുറകിലായിരുന്നു, തോൽക്കുമെന്നുള്ള വലിയൊരു അവസ്ഥയിൽ. കാരണം 30ഓളം 35ഓളം 40ഓളം പോയിന്റിന്റെ പുറകിൽ നിന്നിരുന്ന ഒരു പാർട്ടിയായിരുന്നു ലേബർ പാർട്ടി. വലിയൊരു ലീഡ് മുന്നിൽ നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവസാനം ഇലക്ഷനോട് അടുത്തുകൊണ്ടിരിക്കുന്നു, ഇനി വെറും 5 ആഴ്ച മാത്രമേ ഉള്ളൂ. ഇലക്ഷനോട് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ഥിതിഗതികളിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. കൺസർവേറ്റീവ് പാർട്ടി ലേബർ പാർട്ടിയിൽ നിന്ന് വെറും 12 പോയിന്റിന്റെ വ്യത്യാസത്തിലാണ്, ഇല്ലെങ്കിൽ കൂടിയാൽ ഒരു 18 പോയിന്റ്, ചിലവിടെ 20 പോയിന്റ്, ചില ഏജൻസീസ് ഒക്കെ പറയുന്നത് 20 പോയിന്റ് 12 പോയിന്റ് ഒക്കെയാണ് വ്യത്യാസമുള്ളത്. അതായത് വളരെ പിന്നിൽ നിന്ന പാർട്ടി ഇപ്പോൾ പതിയെ മുന്നോട്ട് കൊണ്ടുവരുന്നു, ഇല്ലെങ്കിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതിന് ഒരേ ഒരു തീരുമാനമായിരുന്നു, ആ പെരുമഴയിൽ ഇറങ്ങി നിന്നിട്ട് ജൂലൈ 4 ഞാൻ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നു, മെയ് 30 പാർലമെന്റ് ഡിസോൾവ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം. അതിന് മുമ്പ് അതിൽ തന്നെ ഇവരുടെ പ്രചരണങ്ങളിലൂടെ തന്നെ ആ ഒരു ചേഞ്ച് ഇവർക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ, നമ്മുടെ ഋഷി സുനക് ഇൻഫ്ലേഷന്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഋഷി സുനക് ചാർജ് എടുക്കുന്ന സമയത്ത് ഇൻഫ്ലേഷൻ വളരെ കൂടുതലായിരുന്നു. അത് കുറച്ച് തിരികെ പിടിക്കാനായിട്ട് സാധിച്ചു. അതുമാത്രമല്ല എക്കണോമി ഇല്ലെങ്കിൽ GDP ചെറിയ രീതിയിൽ വളർച്ച ഇവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ നെറ്റ് മൈഗ്രേഷനിൽ കുറവ് വരുത്താനുള്ള കാര്യങ്ങളും എല്ലാം ഋഷി സുനകിന്റെ പാർട്ടി അതിൽ കാണിച്ചിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരാനുള്ള കാര്യങ്ങളെല്ലാം എടുത്തു കാണിച്ചത് തന്നെയാണ് ഇതിനൊരു വ്യത്യാസം ഇവിടെ കാണിക്കുന്നത്. ഇനി അവസാനത്തെ 5 ആഴ്ച എന്ത് സംഭവിക്കുമെന്നുള്ളത് ഒരു മാധ്യമങ്ങൾക്കും റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോഴത്തെ നിലവിൽ നമ്മുടെ ലേബർ പാർട്ടി വെറും 12 അല്ലെങ്കിൽ വളരെ ചെറിയൊരു മാർജിൻ വ്യത്യാസത്തിലാണ്, ഇല്ലെങ്കിൽ എന്താ പറയുക, ഒരു ചെറിയ ലീഡിന്റെ പുറത്താണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. അവസാന നിമിഷം വരെ കളി ആരുടെ, ഇല്ലെങ്കിൽ ബോൾ ആരുടെ കോർട്ടിൽ പോകും എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇവിടുത്തെ നിയമങ്ങൾ ഇല്ലെങ്കിൽ ഇവിടുത്തെ ഇലക്ഷൻ രീതി കുറച്ച് വ്യത്യാസമാണ്. കാരണം ഇവർ ഇനി ഡിബേറ്റുകൾ, ന്യൂസിലുള്ള പ്രചരണങ്ങൾ, ഇനി ഇവിടെയുള്ള പ്രചരണങ്ങളിലൂടെ ഇവരുടെ ഈ പോയിന്റ്സ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വളരെ രീതിയിൽ നടക്കും. ആ ഒരു പോയിന്റ്സ് തീർച്ചയായിട്ടും വർദ്ധിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ ഒപ്പീനിയൻ മാറും. ഇത് ഡെയിലി ഒപ്പീനിയൻ പോളുകളുടെ സർവേ തീർച്ചയായിട്ടും എല്ലാ പാർട്ടികളുടെയും വെബ്സൈറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണാൻ പറ്റും, ഓരോരോ പാർട്ടിയുടെ വെബ്സൈറ്റിനകത്ത് അവർ തന്നെ ഈ ഒപ്പീനിയൻ പോൾസിന്റെ സർവേ കൊടുക്കുന്നത് കാണാം. ഞങ്ങൾ ഇത്ര ശതമാനം ലീഡിലാണ്, ഞങ്ങൾ ഇത്ര ശതമാനം പുറകിലാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നത് കാണാം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതുമാത്രമല്ല ന്യൂസുകളും പ്രവചിച്ചിരിക്കുന്നതനുസരിച്ചിട്ട് തന്നെ കൺസർവേറ്റീവ് പാർട്ടി നില മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകുന്നു. എങ്കിലും ഒരു 12 പോയിന്റിന്റെ ഡിഫറൻസിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഋഷി സുനകിന്റെ പ്രചരണങ്ങൾ എത്രത്തോളം വില പോകും, ഇനി വരുന്ന പ്രചരണങ്ങൾ നമ്മുടെ ലേബർ പാർട്ടി എത്രത്തോളം ഉയർത്തി കാണിച്ച് ഇവരെ മറികടക്കാനായിട്ട് സാധിക്കും, ഇല്ലെങ്കിൽ വിജയം ഉറപ്പിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് വരുന്ന ദിവസങ്ങൾ നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒപ്പീനിയൻ പോളിന്റെ കേസിൽ വലിയൊരു വ്യത്യാസം വന്നിരിക്കുന്നു. അടുത്തൊരു പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ കൺസർവേറ്റീവ് പ്ലാൻ ടു ബ്രിങ് ബാക്ക് മാൻഡേറ്ററി നാഷണൽ സർവീസ്, അതായത് നിർബന്ധിത രാഷ്ട്ര സേവനം.
സേവനം തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തും ഒരുപാട് ചർച്ചാ വിഷയങ്ങളും ഇല്ലെങ്കിൽ മറു പാർട്ടികൾ ഉയർത്തി കാണിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന സമയത്ത് അത് എല്ലാവരെയും നിർബന്ധിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് അത് വലിയൊരു പ്രശ്നം ആവും എന്നുള്ള രീതിയിൽ ബാധിക്കുന്നുണ്ട്. എന്നാൽ ജെയിംസ് ക്ലെവർലി അതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിർബന്ധിത രാഷ്ട്ര സേവനത്തിന് നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ ആരും പിടിച്ച് ജയിലൊന്നും കൊണ്ടുവിടുന്നില്ല, പക്ഷേ അത് മാൻഡറ്ററി സർവീസ് ആക്കിയിട്ട് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു ആശങ്ക മറ്റൊരു വിഭാഗക്കാർക്കുണ്ട്. അതായത് UK കുടിയേറി താമസിച്ച ഒരു എക്സാമ്പിൾ പറയുകയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്കും നിർബന്ധിത രാഷ്ട്ര സേവനം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരും ഈ പറഞ്ഞ രാഷ്ട്ര സേവനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട ഒരു അവസരമായിരിക്കും. ഇതൊരു അവസരമായി കാണുന്നവരും ഉണ്ടാവാം, ഇനിയിപ്പോൾ ഇതൊരു അവസ്ഥയായിട്ട് കാണുന്നവരും ഉണ്ടാവാം. എനിക്കറിഞ്ഞൂടാ, അത് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് താഴത്ത് കമൻറ്റ് ചെയ്യാം. നല്ല കാര്യമാണെങ്കിൽ നല്ല കാര്യം കമൻറ്റ് ചെയ്യുക, അല്ലാത്തതാണെങ്കിൽ എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്തിടുക. മാത്രമല്ല, രണ്ട് പാർട്ടികൾ ഇപ്പോൾ മത്സരിച്ചിട്ടുള്ള ഓരോ പ്രഖ്യാപനങ്ങളുമായിട്ട് മാനിഫെസ്റ്റോ ആയിട്ട് ഇനി വരുന്ന ദിവസങ്ങൾ ഇറക്കാൻ പോകണം. ഇപ്പോൾ തന്നെ വാറ്റ് കട്ട് ചെയ്യാനും കുറയ്ക്കാനും, അതുമാത്രമല്ല NIയുടെ ഈ പറഞ്ഞ ടാക്സിൽ വീണ്ടും കുറവുകൾ വരുത്താനും, അതൊക്കെ 2p 3p 1p ഇങ്ങനെയൊക്കെയാണ് കുറവ് വരുന്നത്. തീർച്ചയായിട്ടും അതും നമുക്കൊരു വർഷത്തിലേക്ക് കണക്കെടുക്കുമ്പോൾ ഒരു വലിയൊരു കുറവ് തന്നെയായിരിക്കും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെ കുറവുകൾ കൊണ്ടുവരാനുള്ള മത്സരങ്ങൾ കൊണ്ടുവരുന്നു. അതുമാത്രമല്ല, ഈ രണ്ട് പാർട്ടിക്കും ഒരൊറ്റ കാര്യത്തിൽ ഒരു കാര്യത്തിലാണെന്ന് പറയാം. അതായത് ഇമിഗ്രേഷൻ്റെ കേസിൽ രണ്ട് പാർട്ടിയും ഒപ്പത്തിനൊപ്പമാണ്. രണ്ടുപേരുടെയും നയങ്ങൾ സമാനമായ രീതിക്കുള്ള നയങ്ങളാണ് എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത്. മറ്റൊരു പാർട്ടി അതൊക്കെ നിയമമാക്കി കൊണ്ടുവന്നു, അതായത് കൺസർവേറ്റീവ് പാർട്ടി നിയമമാക്കി കൊണ്ടുവന്നുവെങ്കിൽ ഈ ഒരു ലേബർ പാർട്ടി ഈ നിയമം പിന്തുടർന്ന് പോവും, ഇല്ലെങ്കിൽ പിന്തുടരും, ഇല്ലെങ്കിൽ ഇതേപോലുള്ള കുറച്ചും കൂടി നിയമങ്ങൾ കൊണ്ടുവരും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുമാത്രമല്ല, സ്റ്റുഡൻസിൻ്റെ കേസിൽ ഇവരൊരു കാര്യത്തിലും ഈ പറഞ്ഞ ഈ നിയമങ്ങൾ വന്നതിലും മാറ്റങ്ങൾ വരുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കെയറേഴ്സിൻ്റെ ഡിപ്പെൻഡൻസിൻ്റെ കേസിലും സാലറി ത്രഷോൾഡിൻ്റെ കേസിലും മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയുടെ അടുത്ത് റിവ്യൂ ചെയ്യാനായിട്ട് പറയും. അതുമാത്രമല്ല, ഓസ്ട്രേലിയൻ പോയിന്റ് ബേസ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ ഓസ്ട്രേലിയൻ പോയിന്റ് ബേസ് സിസ്റ്റത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് അസസ്മെന്റ് എന്നുള്ള രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ വരുന്ന സമയത്ത് എനിക്ക് ഓസ്ട്രേലിയൻ പോയിന്റ് ബേസ്ഡ് സിസ്റ്റം ഋഷി സുനകിൻ്റെ പാർട്ടി, അതായത് ബോറിസ് ജോൺസൺ ഗവൺമെന്റ് വന്നപ്പോൾ തന്നെ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ UK നാരിക്ക് പോലുള്ള സംവിധാനമായിരുന്നു നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതില്ലാത്തവർക്കാണ് IELTS കാര്യങ്ങളൊക്കെ വേണ്ടി വന്നത്. പക്ഷേ കൂടുതൽ ആൾക്കാർക്കും UK നാരിക്ക് ഉള്ളത് കൊണ്ട് തന്നെ അത് രക്ഷപ്പെട്ടു പോകുമായിരുന്നു. ഇനി വരുന്ന സമയത്ത് UK നാരിക്കിൻ്റെ കേസിൽ ലേബർ പാർട്ടി എങ്ങനെ തീരുമാനമെടുക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ ഈ ഇമിഗ്രേഷൻ്റെ കേസിൽ രണ്ടുപേരും കട്ടയ്ക്കാണ്. അതുമാത്രമല്ല, ഈ ഇല്ലീഗൽ മൈഗ്രൻസ് ബോട്ട് ത്രൂ കടന്നു വരുന്നവരെ തടയാനായിട്ട് ഇവർ മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ രണ്ടുപേരും ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, ഇപ്പോൾ ഋഷി സുനകിൻ്റെ പാർട്ടി ഭരിക്കുന്ന സമയത്ത് കുറേ ഹോട്ടലുകൾ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് കുറേ ഇല്ലീഗൽ മൈഗ്രൻസിനെ കൊണ്ട് പാർപ്പിച്ച് അതിനകത്ത് വലിയ നഷ്ടങ്ങൾ വരുത്തി എന്ന് പറയുന്നുണ്ടായിരുന്നു. റീസെൻ്റ്ലി ആ ഹോട്ടലുകളെല്ലാം ഒഴിപ്പിച്ച് തുടങ്ങി, ആൾക്കാർ ഡീപ്പോർട്ട് ചെയ്തു തുടങ്ങി എന്നുള്ള രീതിയിലും ഹോം ഓഫീസിൻ്റെ സൈഡിൽ നിന്നുള്ള അപ്ഡേറ്റും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലേബർ പാർട്ടിയുടെ ഒരു വിഷനിൽ അത് പറയുന്നത് വെച്ചാൽ ഞങ്ങളുടെ ഹോട്ടലുകളെ ഉണ്ടാവില്ല, അതൊക്കെ ക്ലോസ് ചെയ്യും. അതുമാത്രമല്ല, ഇവിടെ ഈ പറഞ്ഞ അസൈലം സീക്കേഴ്സിന് ക്യാപ്പ് ഏർപ്പെടുത്തും. അത് നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ലേബർ പാർട്ടിയും പറഞ്ഞിട്ട് രണ്ടുപേർക്കും ഇതിന് ക്യാപ്പ് ഏർപ്പെടുത്തും. അതുമാത്രമല്ല, നമ്മുടെ ലേബർ പാർട്ടി പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസൈലം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് റിസൾട്ട് വരാനായിട്ട് ഒരുപാട് വർഷങ്ങൾ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ അതിനൊരു തീരുമാനമാകും, ആ ഒരു ഡ്യൂറേഷൻ കുറയ്ക്കാനുള്ള തീരുമാനമാക്കും. അതുകൊണ്ട് തന്നെ അസൈലം അപ്ലൈ ചെയ്തിട്ട് ഇവിടെ നിൽക്കാം എന്നുള്ള തീരുമാനിക്കുന്ന ആൾക്കാർക്ക് ഒരു തിരിച്ചടിയായിട്ട് മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ തീരുമാനമാക്കുന്നതുകൊണ്ട് തന്നെ റിജക്ഷൻ ആണെങ്കിൽ റിജക്ഷൻ കിട്ടിയാൽ ഡിപ്പോർട്ടേഷൻ ഇങ്ങനെയുള്ള പരിപാടിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രത്തോളം നിലവിൽ വരും എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം പ്രചരണങ്ങൾ ഉണ്ടാവാം, അത് നിലവിൽ കൊണ്ടുവരുന്നതിലാണ് കാര്യങ്ങൾ. അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഋഷി സുനകിൻ്റെ പാർട്ടി പലതും പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പലതും നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ മാർക്കറ്റിൽ, അതായത് ഇപ്പോൾ നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുക, പഴയ രീതിക്ക് എത്തിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിയമമാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അത് കുറഞ്ഞു തുടങ്ങിയുള്ളൂ. അത് നെക്സ്റ്റ് ഇയർ ജൂണിലായിരിക്കും അതിൻ്റെ ഒരു കറക്റ്റ് ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടുക, മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയുടെ അപ്ഡേറ്റ് കിട്ടുക. അപ്പോൾ അങ്ങനെ കുറേ മാറ്റങ്ങൾ ഈ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെൻറ്റ് ഡിസോൾവ് ചെയ്യും. അതായത് ഇന്ന് മെയ് 30 ഇന്നത്തോടെ പാർലമെൻറ്റ് ക്ലോസ് ചെയ്യുകയാണ്. പാർലമെൻറ്റിലുള്ള MP മാരെയൊക്കെ പിരിച്ചുവിടും. ഇനി ആരും MP മാരും അത് മാത്രമല്ല ഈ മന്ത്രിമാരൊന്നും ആയിരിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷന് വേണ്ടി ഇനി വെറും 5 ആഴ്ചകൾ, ഇനി അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ്, അതിൻ്റെ ഇടയിലുള്ള ഒരു സമയം ആണ് ഈ പറഞ്ഞ ഈ ഡിസോൾവ് ചെയ്തിരിക്കുന്ന സമയം. അതിനുശേഷം ജൂലൈ 4 നമുക്ക് എല്ലാവർക്കും അറിയാം ആരായിരിക്കും എലക്ട് ചെയ്യുന്നതും, ഇല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്തി കുറച്ച് ദിവസങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ആരായിരിക്കും എലക്ട് ചെയ്യുന്നതും. ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുതിയ ഗവൺമെൻറ് ചുമതലപ്പെടുത്തും. മറ്റൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റീഷനുകളാണ്. പെറ്റീഷൻസിൻ്റെ കേസിൽ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഒരുപാട് പെറ്റീഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ, നമ്മുടെ ബാലഗോപാലേട്ടൻ്റെ നേതൃത്വത്തിൽ തന്നെ നമ്മളൊരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പെറ്റീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെയർ വർക്കേഴ്സിൻ്റെ
ഇവിടെ അറിയാം, ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെയോ അവരുടേതല്ലാത്ത പ്രശ്നം കൊണ്ട് ജോബുകൾ നഷ്ടപ്പെടുന്ന ഒരു കേസുകൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു. കെയർ ഹോമിൻ്റെ ലൈസൻസുകൾ ക്യാൻസൽ ആവുന്ന കേസുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ വെറും 60 ദിവസമാണ് ഇവിടെ നിൽക്കാനായിട്ട് ഒരു സംവിധാനം ഉണ്ടാവുക. ആ ഒരു 60 ദിവസം നമുക്ക് എങ്ങനെ ഒരു വർഷത്തിലേക്ക് എത്തിക്കാം, ഇല്ലെങ്കിൽ കുറച്ചും കൂടി സമയം നീട്ടിക്കൊടുക്കാം എന്നുള്ളതായിരുന്നു നമ്മുടെ പെറ്റീഷൻ. നമ്മൾ വിചാരിച്ച പോലെ അത് 10,000 ആൾക്കാർ സൈൻ ചെയ്തു, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു സന്തോഷം. നമ്മൾ അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം വേറെയും കുറേ പെറ്റീഷൻ ഉണ്ടായിരുന്നു, PR 2 ഇയേഴ്സിനകത്താക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം. അത് എത്രത്തോളം പോസിബിൾ ആണെന്നൊന്നും നമുക്ക് അതൊന്നും അറിയില്ല, കാരണം അത് പാർലമെൻറ്റിൽ ഡിസ്കസ് ചെയ്യണം. ഇപ്പോൾ എല്ലാ പെറ്റീഷനുകളും ക്ലോസ് ആയിരിക്കുന്നു. മെയ് 30 തൊട്ട് ഇനി പെറ്റീഷനുകൾ ഇനി സൈൻ ചെയ്യില്ല. പുതിയൊരു ഗവൺമെൻറ് നിലവിൽ വന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കും പെറ്റീഷനുകൾ ഇനി നമുക്ക് ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഉള്ള പെറ്റീഷൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ പെറ്റീഷനുകളും പുതിയ ഗവൺമെൻറ് ചുമതലയെടുക്കുന്ന സമയത്ത് ഇപ്പോൾ 10,000 മേലെ സിഗ്നേച്ചർ കിട്ടിയിട്ടുള്ള പെറ്റീഷൻസിനെല്ലാം ഗവൺമെൻറ് റിപ്ലൈ തരും. ഇനി 1,00,000 മേലെ സിഗ്നേച്ചർ ഉള്ളതൊക്കെ ആണെങ്കിൽ ഗവൺമെൻറ് അതിനകത്തൊരു ഡിബേറ്റ് നടത്തും പാർലമെൻറ്റിനകത്ത്. ആ പാർലമെൻറ്റ് ഡിബേറ്റ് നടത്തിയിട്ട് അത് നല്ല കാര്യമാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അത് പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ് തരും, നല്ലതല്ലെങ്കിൽ അതെടുത്ത് കളയും. ഇങ്ങനൊരു സംവിധാനം തീർച്ചയായിട്ടും നല്ലൊരു സംവിധാനം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പെറ്റീഷൻ്റെ കേസിൽ ഇപ്പോൾ എല്ലാ പെറ്റീഷനുകളും ഇന്നത്തോടുകൂടി തന്നെ അതിൻ്റെ ഒപ്പം അത് സ്റ്റോപ്പ് ചെയ്യും. ഇല്ലെങ്കിൽ ആ പെറ്റീഷൻ ഇനിയോട് സൈൻ ചെയ്യാൻ പറ്റില്ല. ഇനി പുതിയൊരു ഗവൺമെൻറ് വരുന്നവരെ നമുക്ക് ഇനി അതിനൊരു അപ്ഡേറ്റും കിട്ടില്ല. സോ നമുക്ക് വെയിറ്റ് ചെയ്യണം.